എന്താ ഇവിടെ നടക്കുന്നതെന്നറിയാൻ അമ്മ വിളിക്കുന്നത്. വേണ്ട, എടുക്കണ്ട. അമ്മയോട് എനിക്ക് കള്ളം പറയാൻ വയ്യ. ഇവളെന്തിനാ ഫോൺ എടുക്കാതിരിക്കുന്നേ? ഇനി ഏട്ടനും ഏട്ടത്തെയും പറഞ്ഞത് സത്യമായിരിക്കുമോ? അതായിരിക്കും ഇവള് ഫോൺ എടുക്കാത്തെ. ആരാ വിളിച്ചത്? അമ്മയാ സൂര്യ. എന്നിട്ടെന്താ ഫോൺ എടുക്കാത്ത? എനിക്ക് അമ്മയോട് കള്ളം പറയാൻ വയ്യ സൂര്യ. വല്യച്ഛനും വല്യമ്മയും സേതുവേട്ടനും കൂടി ഇവിടെ നടന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കും അമ്മ വിളിക്കുന്നത്. അതിനിങ്ങനെ ഫോൺ എടുക്കാതിരിക്കുന്ന എന്തിനാ? താൻ ഫോൺ എടുത്തിട്ട് കാര്യം പറയൂ. എന്നാ അമ്മയോടെങ്കിലും ഞാൻ സത്യം പറയട്ടെ സൂര്യ. എന്താ ഭാവന? ആരോടും തൽക്കാലം പറയണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ മാനസ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇന്ന് വരെ ഞാൻ അമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ല സൂര്യ. ഇതിപ്പോ ഇങ്ങനൊരു ആവശ്യം വേണ്ടല്ലേ ഭാവന? നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരില്ല. ആന്റി ഇനി സേതുവേട്ടനോടോ തന്റെ വല്യച്ഛനോടോ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതിനി പലരിലേക്കും പോവും. പിന്നെ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഓൺലൈൻ ചാനലുകൾ. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഈ വിഷയം വലുതാക്കുന്നത്? മാനസ നമ്മളെല്ലാം ചതിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആ പാവത്തിനെ വെറുതെ പഴി കേൾപ്പിക്കണോ? ഞാനെന്ന് മാനസയെ വീട്ടിൽ കൊണ്ടുപോയി സംസാരിപ്പിച്ചതൊക്കെ വെറുതെ ആവില്ലേ സൂര്യ? താൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അല്പം ക്ഷമയോടെ നീങ്ങിയാലേ പറ്റൂ. സൂര്യയുടെ പ്ലാൻ എന്താ? എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്റെ മനസ്സിനാകെ ഒരു മരവിപ്പ. തൽക്കാലം നമ്മളൊന്നും ആരോടും വിശദീകരിക്കാൻ പോകുന്നില്ല. മാനസയുടെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞാ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് മാനസയെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യണം. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. താനൊരു നഴ്സല്ലേ, തനിക്കറിയാലോ. ഗർഭിണിയായിരിക്കുമ്പോൾ മനസ്സിന് എന്തെങ്കിലും പ്രയാസം തട്ടിയാൽ അത് ആ കുഞ്ഞിനെ സാരമായിട്ട് ബാധിക്കും. നമ്മുടെ കുഞ്ഞിന് അങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. ആന്റി മാനസയെ നന്നായിട്ട് നോക്കുന്നുണ്ട് സൂര്യ. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പോരെ ഭാവന. നമ്മളും മാനസയെ കാര്യമായിട്ട് തന്നെ നോക്കണം. എന്നാലേ നമുക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് അവൾക്ക് തോന്നൂ. മാനസയ്ക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്ന് താൻ വേണം ചോദിച്ച് മനസ്സിലാക്കാൻ. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ ഞാനത് വാങ്ങി തന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരാം. താനത് കൊടുക്കണം. അതെന്താ സൂര്യക്ക് അവളുടെ കയ്യിൽ കൊടുത്തൂടെ? അതുകൊണ്ടല്ല ഭാവന, എന്റെ മനസ്സിൽ താന എന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമന്നോണ്ട് നടക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ തന്റെ കയ്യിൽ തരുന്നതല്ലേ നല്ലത്. എന്നിട്ട് വേണം ആന്റി പറയാൻ ഞാനിതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. അമ്മ അങ്ങനെയൊക്കെ ചിന്തിക്കൂ ഭാവന. അങ്ങനെ ചിന്തിക്കൂ. മാനസ എന്ത് വേണമെന്ന് പറഞ്ഞാലും സൂര്യ വാങ്ങിച്ചു കൊടുക്കണം. അതെന്നോടാ പറയുന്നെങ്കിൽ ഞാൻ സൂര്യയോട് പറയാം. അല്ലാതെ സൂര്യയോട് പറഞ്ഞ സൂര്യ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. വെറുതെ എന്തിനാ ഇനി ഇതിന്റെ പേരിൽ ആന്റി ചൊടിപ്പിക്കുന്നത്? എന്തായാലും നല്ലതുപോലെ ഒന്ന് റെസ്റ്റ് എടുക്കുക. മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവട്ടെ. എന്താ അമ്മേ, ഭാവനയെ കിട്ടിയില്ലേ? അവള് ഫോൺ എടുക്കുന്നില്ല മായേ. അതെന്ത് പറ്റി? അമ്മ ഒന്നും കൂടി വിളിച്ചു നോക്ക്. ഞാനിതിപ്പോ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാം? എത്ര തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. സാധാരണ അങ്ങനെയല്ല. എന്റെ കോള് കണ്ട അപ്പ എടുക്കുന്നവളല്ലേ. അമ്മ അങ്ങനെയാണെങ്കിൽ ഫോൺ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. മിസ് കോള് കാണുമ്പോൾ അവള് തിരിച്ചു വിളിച്ചോളൂ അമ്മേ. അമ്മേ, അമ്മ സൂര്യ ഒന്ന് വിളിച്ചു നോക്ക്. വേണ്ട മായ, അവളായിട്ട് വിളിക്കുമോ നോക്കട്ടെ. ഇനി ചിലപ്പോ മാനസ പറഞ്ഞ കാര്യം സത്യമാണോന്നറിയാൻ ഞാനതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. അവൾ അങ്ങനെ ചെയ്യത്തില്ലമ്മേ. ഇത് മറ്റെന്തോ കാരണമായിരിക്കും.
എന്താ മായേച്ചി? എന്താ അമ്മ വല്ലാണ്ടിരിക്കുന്നേ? ഭാവന ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതിനെന്താ? കോള് കാണുമ്പോ തിരിച്ചു വിളിക്കത്തില്ലേ? അമ്മ പറയുന്നത് ഭാവന മനഃപൂർവ്വം എന്തോ എടുക്കാത്തതെന്നാ. ഭാവനേച്ചി എന്തിനാ മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുന്നത്? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതെ അമ്മ, ചേച്ചി ഫോൺ എടുക്കുന്നില്ല. ഞാനപ്പോ ഇത്രയും നേരം മലയാളത്തിലല്ലേ പറഞ്ഞത്? അന്നേരം നിനക്ക് മനസ്സിലായില്ലേ? ചേച്ചി തിരിച്ചു വിളിക്കുമെന്ന് നോക്കാലോ. എന്റെ ഈശ്വര, ഇതൊരു മനസമാധാനവും കിട്ടുന്നില്ലല്ലോ. അമ്മേ, ഇനി ഓരോന്നാലോചിച്ച് BP കൂട്ടണ്ട. അവര് സൗകര്യം വരുമ്പോ വിളിക്കട്ടെ. അതെ അമ്മ, ഇപ്പൊ അമ്മയെ ഞാനും വിളിച്ചില്ലേ? ഇനി ഇങ്ങോട്ട് വിളിക്കാതെ അങ്ങോട്ടും വിളിക്കാൻ പോകണ്ട. ഇതിനി അടുത്ത തലവേദനയ്ക്കുള്ള വഴിയാണോന്നാ എന്റെ ടെൻഷൻ. ഇതിപ്പോ നോക്കിക്കോ, എങ്ങനെയെങ്കിലും ഈ വിവരം അമ്പാലിക്ക് അറിയും. എന്നിട്ട് ഈ നാട് മുഴുവനും അവര് തന്നെ വിളംബരം ചെയ്തോളൂ. മായ ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാ പിന്നെ ഈ ഗായത്രി ആരാന്ന് അമ്പാലിക ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. വിട്ടേക്കമ്മേ, അവരൊക്കെ എന്ത് വേണേലും കാണിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ സത്യം എന്താണെന്നറിയാലോ. സേതു എവിടെ പോയതാ? അറിയില്ലമ്മേ, രമേശൻ വിളിച്ചു എന്ന് പറഞ്ഞു പോയതാ. സേതുവേട്ടന് ഇന്നത്തെ സംഭവത്തിൽ നല്ല വിഷമമുണ്ട്. ഞാനായിരുന്നെങ്കിൽ സത്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടേ വരത്തുള്ളായിരുന്നു. എന്നാ പിന്നെ നാളെ അമ്മ അവിടം വരെ പോയിട്ട് വാ. അറിയാലോ എന്താ യാഥാർത്ഥ്യമെന്ന്. ആദ്യം അവള് വിളിക്കുമോ നോക്കട്ടെ. ഭാവന ഇവിടെ വന്ന് നിൽക്കുകയാണോ? ആരോ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് മനസ്സാ. പിന്നെന്താ അറ്റൻഡ് ചെയ്യാത്തെ? അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ എന്താ അമ്മയോട് പറയണ്ടേ? ഇവിടെ നടന്നതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അമ്മ അറിഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മയോട് കള്ളം പറയാൻ പറ്റില്ല മനസ്സാ. ഭാവന, നീ ഇങ്ങനെ ഫോൺ എടുക്കാതിരുന്ന എങ്ങനെയാ? ആന്റി വിഷമിക്കില്ലേ? അല്പം വിഷമിച്ചാലും സാരമില്ല. എന്നാലും ഞാൻ കള്ളം പറയില്ല. എന്നാ പിന്നെ ഞാൻ ആന്റിയെ വിളിച്ച് സംസാരിക്കാം. വിളിച്ചിട്ട് നീ എന്താ പറയാൻ പോകുന്നത്? നീ വിളിച്ചാ അമ്മ ആദ്യം നിന്നോട് എന്താ ചോദിക്കാൻ പോകുന്നതെന്നറിയോ? എന്തിനാ നീ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതെന്നായിരിക്കും.